അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് രാത്രിയാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണം. ഒരു പ്രധാന കാര്യം, ഒരു അപ്ഡേഷൻ ഒന്ന് പെട്ടെന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എന്തുവാ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്റൈസേഷനെ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നു മോണിറ്റൈസേഷൻ കട്ടായി പോയതും. അപ്പോൾ കട്ടായ കാര്യം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് ഇതിന് വേണ്ടിയിട്ട് ഒരു 3 മാസത്തെ സമയം, അത് 90 ദിവസമാണ് തന്നിരുന്നത്. ഫെബ്രുവരി 10-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് എന്നും പറഞ്ഞ് യൂട്യൂബിൽ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് എന്താണ് അപ്ഡേഷൻ എന്നുള്ള കാര്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മാർച്ച് 3-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഓണായിട്ടില്ല, മോണിറ്റൈസേഷൻ എനിക്ക് ഓണായിട്ടില്ല. എനിക്കറിയത്തില്ല ഇതെന്തുവാ സംഭവം, എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ മോണിറ്റൈസേഷൻ ഫെബ്രുവരി 10-ാം തീയതി അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് യൂട്യൂബിനകത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ കരുതിയെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ആകുമ്പോഴത്തേന് വീണ്ടും ഇത് ഓണാവും, നമുക്ക് അപ്ലൈ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. ഫെബ്രുവരി 10-ാം തീയതി തൊട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും നോക്കി, എല്ലാ ദിവസവും നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതുവരെ യൂട്യൂബിനകത്ത് ഓണായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, വാച്ച് അവർ കംപ്ലീറ്റ് പകുതിയോളം കട്ടായിപ്പോയി. കുറച്ച് പേര് അന്നത്തെ വീഡിയോയിൽ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ട് നമ്മളുടെ ചാനലിലെ മോണിറ്റൈസേഷൻ ഓഫ് ആകുമ്പോൾ പകുതി വാച്ച് അവർ കട്ടാവുമെന്ന്. ശരിയാണ്, എൻ്റെ വാച്ച് അവർ പകുതിയും കട്ടായി പോയിട്ടുണ്ട്. പകുതി കൂടുതലും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. വാച്ച് അവർ ഉൾപ്പെടെ എല്ലാം സ്പാം ആവുകയാണോ, നമ്മളിപ്പോൾ 1-2 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിലും വാച്ച് അവർ കുറയുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. മൈക്കൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയാണ്, ഇരുട്ടാണ്, വെളിയിൽ മഴയുണ്ട്, കറണ്ട് പോകുന്നുണ്ട്, റിംഗ് ലൈറ്റിൻ്റെ വെട്ടാണ്. എന്നാലും എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ചെയ്യണ്ടെന്ന് തന്നെ ആദ്യം വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നുന്നു. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് അല്ലേ, അതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ മോണിറ്റൈസേഷൻ പെട്ടെന്ന് പോകുന്നൊന്നും നമ്മൾ വിചാരിച്ച പോലും ഇല്ല. പക്ഷെ എന്നിട്ട് 3 മാസമൊക്കെ വെയിറ്റ് ചെയ്തു, അത് അപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞ് അതിനകത്ത് റീയൂസ്ഡ് കണ്ടന്റിൽ മോണിറ്റൈസേഷൻ ഓഫ് ആകുമ്പോൾ നമ്മൾക്കൊരു അപ്ലൈ ചെയ്യാൻ ആദ്യത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു അപ്പീൽ കൊടുക്കാൻ. അത് കൊടുത്തായിരുന്നു, അതപ്പം തന്നെ കൊടുത്തു. പക്ഷെ അത് റിജക്റ്റ് ആയെന്ന് വെച്ചാൽ നമുക്ക് ആകെപ്പാട് ഇതിൽ കുറച്ച് നല്ലതായിട്ട് വീഡിയോസ് ഇടാൻ മാത്രമേ അറിയത്തുള്ളൂ. ഒത്തിരി കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പോഴെല്ലാം പഠിച്ചു വരുന്നത്. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് പറ്റിയ മിസ്റ്റേക്കും ബാക്കിയുള്ളവർക്ക് അങ്ങനെ മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അറിയാത്തവർക്കും കൂടെ മനസ്സിലായിക്കോട്ടെ, എനിക്ക് പറ്റിയാണ്, അബദ്ധം പറ്റല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആകെപ്പാട് അറിയാവുന്നത് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അതിൽ കൂടുതൽ ഇങ്ങനെ യൂട്യൂബിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ ഇട്ട വീഡിയോ റീയൂസ്ഡിൽ വന്നപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തതാണ്. എന്നിട്ട് ഈ 3 മാസം 90 ദിവസമാണ് പിന്നെ ഒരു അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞ് യൂട്യൂബ് നമുക്ക് തന്ന ഒരു സമയം. അത്രയും സമയം വെയിറ്റ് ചെയ്തിട്ട് അന്ന് തൊട്ട് ഫെബ്രുവരി 10 തൊട്ട് അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതുവരെ ഞാൻ ഈ സൈഡിൽ കാണിക്കാം. അത് ഇതുവരെ എനേബിൾ ആയിട്ടില്ല എന്ന് മാത്രമല്ല, 4000 വാച്ച് അവർ പിന്നെയും കംപ്ലീറ്റ് ചെയ്യാനായിട്ടും കൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് റീയൂസ്ഡ് വന്നിട്ട് ഇങ്ങനെ കട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ഈ 4000 വാച്ച് അവർ നമ്മൾ വീണ്ടും കംപ്ലീറ്റ് ചെയ്യണോ? നമ്മൾ 4000 വാച്ച് അവർ വീണ്ടും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ മോണിറ്റൈസേഷൻ ഓൺ ആവത്തുള്ളൂ. അങ്ങനെയാണോ സംഭവം? എനിക്കറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമുക്ക് അറിയണ്ടേ എന്തോ സംഭവം, വീണ്ടും ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണമെന്ന്. ഞാൻ ആദ്യം കരുതിയെന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ഈ 3 മാസം വെയിറ്റ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനെ അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു അവസ്ഥ. കാരണം വാച്ച് അവറും ഭയങ്കരമായിട്ട് കുറഞ്ഞു, വാച്ച് അവറെല്ലാം കുറഞ്ഞു. സ്പാം ആവുന്നതാണോ അതോ അത്രയും കട്ടാക്കിയതാണോ യൂട്യൂബ് കട്ടാക്കിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഓൺ ആവുകയാണെങ്കിലും ഓൺ ആയിട്ടില്ലെന്നുണ്ടെങ്കിലും പറയാമെന്ന്. അപ്പം 2 ദിവസം എനിക്ക് പറയണോ വേണ്ടയോ എന്നൊരു സംശയം കാരണം വീഡിയോസ് എടുത്തില്ല. എന്നിട്ടും ഇപ്പം നമുക്ക് ഭയങ്കര മടിയുണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനായിട്ട്. ഇങ്ങനെ ഇത്രയും ചെയ്തിട്ടും ഒക്കെ ഓൺ ആവുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേന്. അപ്പോൾ ഈ 4000 വാച്ച് അവർ ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്താലേ ഇത് വീണ്ടും ഓൺ ആവത്തുള്ളൂ എന്നോലും എനിക്ക് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്ന് ചെയ്തത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാനപ്പോൾ ഇത്ര നാളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, 3 മാസത്തേന് വീഡിയോസും എല്ലാം ഇട്ടായിരുന്നു. പക്ഷേ ഈ വാച്ച് അവർ ഇങ്ങനെ ഫുള്ള് പോകുമെന്നൊന്നും വിചാരിച്ചില്ല. അറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല.
ഞാൻ പറഞ്ഞായിരുന്നല്ലോ തമാശയായിട്ട് തുടങ്ങിയതാ. പക്ഷെ നമ്മൾക്ക് തമാശയായിട്ടെല്ലാം തുടങ്ങിയാലും എല്ലാവരും പിന്നെ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോടൊരു ആത്മാർത്ഥതയൊക്കെ തോന്നുമല്ലോ. എന്താ ഇനി ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചാനൽ സ്റ്റോപ്പ് ചെയ്യണം, വേറെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ അത് വീണ്ടും തുടങ്ങി വരാനായിട്ട് കുറച്ച് പാടാണെന്നും പറയുന്നുണ്ട്. അപ്പം എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി. വാച്ച് അവർ എന്താ വീണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്താലേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളോ ഇല്ലയോ, അതോ എനിക്ക് എന്താ ചെയ്യണ്ടേ അറിയത്തില്ല. അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ചെയ്തിട്ട് ഒരു സംശയം ഒന്ന് ചോദിക്കാനും പിന്നെ ഇത് ഓണായോ ഇല്ലയോ എന്നും കൂടെ പറയണമായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് മാത്രം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.